സുൽത്താൻ വാര്യംകുന്നന്റെ യുദ്ധം എന്നുള്ളൊരു വിഷയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന പങ്കും പ്രധാന നേതൃത്വമുള്ള രണ്ട് യുദ്ധങ്ങളാണുള്ളത്. ഒന്ന് പൂക്കോട്ടൂർ യുദ്ധവും മറ്റൊന്ന് പാണ്ടിക്കാട് യുദ്ധവും. പൂക്കോട്ടൂർ യുദ്ധം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സുൽത്താൻ വാര്യംകുന്നനും സൈന്യവും ബ്രിട്ടീഷുകാർ പാടത്തിന് നടുവിലൂടെയുള്ള ഒരു വഴിയിലൂടെ ആയുധങ്ങളുമായി പോകുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞ് സുൽത്താൻ വാര്യംകുന്നനും സൈന്യവും പ്ലാൻ ചെയ്ത് അവരെ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്ത് മൺചട്ടിയിൽ തുളയിട്ട് അതിൻ്റെ ഉള്ളിൽ വൈക്കോല് നിറച്ച് കത്തിക്കുക. ആ സമയത്ത് പുക വരും. അപ്പോൾ അത് സ്ഫോടക വസ്തുവാണെന്ന് കരുതി ബ്രിട്ടീഷുകാർ അതിനെ വെടിവെക്കുകയും അത് അവരുടെ തിര തീരുകയും ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ വണ്ടിയിൽ മുന്നത്തെയും പിന്നിലെയും വണ്ടി വെടിവെച്ചിടുക. അപ്പോൾ അവർ മൊത്തത്തിൽ ട്രാപ്പ് ആവും. ആ ഒരു അവസ്ഥയിൽ അവർ കയറി ആക്രമിക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഈ പ്ലാനിലൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു കുഞ്ഞറമുട്ടി. അന്ന് അദ്ദേഹത്തിന് പനിയായ കാരണം പ്ലാനിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്ലാൻ, അതായത് യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം. കാരണം സുൽത്താൻ വാര്യംകുന്നന്റെ അടുത്ത് കളവ് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തു. സുൽത്താൻ വാര്യംകുന്നൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ ചോദിക്കായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു, അല്ല പ്ലാനിങ് ഒക്കെ അറിയണല്ലേ എന്ന് അങ്ങനെ പോയിക്കോളും എന്ന് പറഞ്ഞ സമയത്ത് കുഞ്ഞറമുട്ടീൻ്റെ അടുത്തും ചോദിച്ചു. ആ സമയത്ത് കുഞ്ഞറമുട്ടി പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്നു, എനിക്ക് അറിയണതാന്ന് പറഞ്ഞു കളവ് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം യുദ്ധത്തിലോട്ട് ഇറങ്ങുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇങ്ങനെ പാടത്തിന് നടുവിലൂടെ വരുന്ന സമയത്ത് കുഞ്ഞറമുട്ടിക്ക് പ്ലാനിങ് ഒന്നും അറിയാത്ത കാരണത്താൽ കുഞ്ഞറമുട്ടി നേരിട്ട് ബ്രിട്ടീഷുകാരെ ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ അന്നത്തെ പൂക്കോട്ടൂരങ്ങാടിയിലേക്ക് ഈ ബ്രിട്ടീഷുകാർ ഈ ആക്രമിച്ച സമയത്ത് പ്ലാനൊന്നും അറിയാതെ പ്ലാനാകെ പാളിപ്പോയ സമയത്ത് ബ്രിട്ടീഷുകാർ നേരെ ഇന്നത്തെ പൂക്കോട്ടൂരങ്ങാടിയിലേക്ക് പോവുകയാണ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞ് ഇവർ വെടിവെച്ച സ്ഥലത്തോട്ട് രണ്ട് ബ്രിട്ടീഷുകാർ നടന്നു വരികയാണ് ചെയ്തത്. ആ സമയത്ത് ബ്രിട്ടീഷുകാർ മാപ്പിള സൈന്യം ഈ ബ്രിട്ടീഷുകാരെ വധിക്കാൻ വേണ്ടിയിട്ട് ഓടി ആവേശത്തോടെ വരുന്ന സമയത്ത് ഈ ബ്രിട്ടീഷുകാരുടെ പിന്നിൽ രണ്ട് ബ്രിട്ടീഷുകാരുടെ പിന്നിലുണ്ടായിരുന്നത് ഒരു ബ്രിട്ടീഷ് സൈന്യം 100-200-ലേറെ ആൾക്കാർ സൈനികർ വരുന്നതാണ് കണ്ടത്. ബ്രിട്ടീഷുകാർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ കുറേയധികം മാപ്പിള സൈനികർ മരണപ്പെട്ടു എന്നാണ്. പക്ഷെ അന്നത്തെ നാട്ടുകാർ അതായത് അന്നത്തെ നാട്ടുകാർ പറയുന്നത് 2 ട്രക്ക് നിറയെ വെള്ളപ്പട്ടാളക്കാർ അഥവാ ബ്രിട്ടീഷുകാരുടെ ശവശരീരങ്ങൾ കൊണ്ടുപോകുന്നതാണ് കണ്ടത് എന്നാണ് അന്നത്തെ നാട്ടുകാർ സാക്ഷി പറയുന്നത്. ഇതായിരുന്നു പൂക്കോട്ടൂർ യുദ്ധം. ഇനി നമ്മൾ പാണ്ടിക്കാട് യുദ്ധം എടുത്ത് നോക്കുകയാണെങ്കിൽ സുൽത്താൻ വാര്യംകുന്നൻ നേരിട്ട് പങ്കുവഹിച്ചൊരു യുദ്ധമായിരുന്നു പാണ്ടിക്കാട് യുദ്ധം. അന്നത്തെ പാണ്ടിക്കാട് ചന്തപുരയിൽ കുറേയധികം പകുതി ഭാഗം ഗൂർഖകളുടെ ക്യാമ്പായിരുന്നു. കുറേയധികം ഗൂർഖുകൾ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സുൽത്താൻ വാര്യംകുന്നനും സൈന്യവും രാത്രി ഒരു ചന്തപുരയുടെ ഭാഗത്തുള്ള മതിനത്ര ഉറപ്പില്ല. സുൽത്താൻ വാര്യംകുന്നനും സൈന്യം അത് പൊളിച്ച് ഗൂർഖുകളെ ഉറങ്ങിക്കിടക്കുന്ന ഗൂർഖുകളെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. കുറേയധികം ഗൂർഖുകൾ മരണപ്പെട്ടെങ്കിലും എണീറ്റ് വന്ന ഗൂർഖുകൾ മാപ്പിള സൈന്യത്തെ ആക്രമിക്കുന്ന സമയത്ത് ഇവരുടെ മാപ്പിള സൈന്യത്തിന് മുന്നിൽ കാണുന്നത് കുറേയധികം മെഷീൻ ഗൺസും നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആയുധങ്ങളുമായിരുന്നു. തലനാരിടക്കാണ് സുൽത്താൻ വാര്യംകുന്നൻ ആ ഒരു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതായിരുന്നു സുൽത്താൻ വാര്യംകുന്നന്റെ യുദ്ധം എന്നുള്ളൊരു വിഷയം. ഇനി നമ്മൾ അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചതിക്കപ്പെട്ടിട്ടാണ് മരണപ്പെട്ടത്. അച്ചുതൊടി മൊയ്തീനെ ഉപയോഗിച്ച് സുൽത്താൻ വാര്യംകുന്നനെ പിടിക്കാൻ വേണ്ടി കുറേയധികം ശ്രമങ്ങൾ ഇച്ചുകോക്കും ഹംഫ്രീസും നടത്തി. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ ഫ്ലോപ്പ് ആവുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ഫ്ലോപ്പ് ആയതോടുകൂടി ഈ ഇച്ചുകോക്കിനും ഹംഫ്രീസിനൊക്കെ കുറേയധികം അമർഷങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഇച്ചുകോക്കും ഹംഫ്രീസും സഹിച്ചുകൊണ്ട് കല്ലാമുലയിൽ സുൽത്താൻ വാര്യംകുന്നൻ 81 പേരുമായിട്ട് കഴിയുന്നൊരു ക്യാമ്പിൽ കഴിയുന്നുണ്ട് എന്നുള്ള വിവരം ഇച്ചുകോക്കും ഹംഫ്രീസും അറിഞ്ഞുകൊണ്ട് അവിടെ കല്ലാമൂല ക്യാമ്പ് വളയുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്നും സുൽത്താൻ വാര്യംകുന്നൻ അതിസാഹസികമായി അവരുടെ കണ്ണു വെട്ടിച്ച് അവിടെയുള്ള 2 ബന്ധുക്കളെയും സന്ദർശിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ രഹസ്യ വഴിയിലേക്ക് കടന്നത്. ഇത് ഇച്ചുകോക്കും ഹംഫ്രീസ് അറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ ഇത്രയും പേര് വളർന്നിട്ടും അവരെ സുൽത്താൻ വാര്യംകുന്നനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് അതറിഞ്ഞിട്ടും കുറേയധികം അമർഷങ്ങൾ ഇച്ചുകോക്കും ഹംഫ്രീസ് നേരിടേണ്ടി വന്നു. ഈ അമർഷങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട്
അന്ന് മലപ്പുറം സന്ദർശിച്ച ബിഷപ്പ് ഇവർക്കുണ്ടായ അമർഷങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഇച്ചുപോക്കിന് ഹംഫ്രീസിന് തീരാത്ത വാശി, എന്തായാലും സുൽത്താൻ മാരിമുത്തിനെ പിടിച്ചേ പറ്റൂ. ഇങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ നമുക്ക് ഇത്രയും അധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ഇതൊക്കെ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ആകെ മൊത്തത്തിൽ ഒരു ഡിസ്റ്റർബ്ഡ് ആയ സമയത്ത് ഈ ഇച്ചുപോക്കും ഹംഫ്രീസും കൂടി ചേർന്നിട്ട് ഒരു സംഘടന രൂപീകരിച്ചു. 10 പേരടങ്ങുന്ന 100ഓളം സെല്ലുകൾ നിർമ്മിച്ചിട്ട് അതിന് ബാറ്ററി എന്നുള്ളൊരു പേരിട്ടു. ഇനി മിഷൻ ഓഫ് ബാറ്ററി. ഈ ബാറ്ററി കുറേ അധികം ശ്രമിച്ചുകൊണ്ട് സുൽത്താൻ മാരിമുത്തിനെ ഉണ്ണിയാലി മുസ്ലിയാർ, അതായത് ഈ മിഷൻ ബാറ്ററി കുറേ അധികം സുൽത്താൻ മാരിമുത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയായിരുന്നു. ആ സമയത്താണ് ബ്രിട്ടീഷ് തലവന്മാർ ഉണ്ണിയാലി മുസ്ലിയാരെ പറ്റി അറിയുന്നത്. സുൽത്താൻ മാരിമുത്തിന്റെ അടുത്ത സുഹൃത്തായ ഉണ്ണിയാലി മുസ്ലിയാർ പോലും അറിയാതെയാണ് സുൽത്താൻ മാരിമുത്തിനെ ചതിക്കുവാൻ ശ്രമിച്ചത്. ആ സമയത്ത് ഉണ്ണിയാലി മുസ്ലിയാരുടെ അടുത്ത് പറഞ്ഞു, സുൽത്താൻ മാരിമുത്തിന്റെ അടുത്ത് ക്ഷമിക്കാം, മക്കയിലേക്ക് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് തലവന്മാർ കുറെ അധികം വസ്ത്രങ്ങളൊക്കെ സുൽത്താൻ മാരിമുത്തിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെയൊക്കെ കൊടുത്തിട്ട് സുൽത്താൻ മാരിമുത്തിന്റെ അടുത്ത് പറഞ്ഞയച്ചു. ആ സമയത്ത് ഇദ്ദേഹം കല്ലാമൂലയിലേക്ക് പോവുകയും അങ്ങനെ അവിടെ ഇല്ലാന്ന് അറിയുകയും ചെയ്തു. ആ സമയത്ത് കല്ലാമൂലയിൽ ഉണ്ടായിരുന്നവർ ഇദ്ദേഹത്തെ അറിയുകയും ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള പോലത്തെ വസ്ത്രം കണ്ടിട്ട് ഇദ്ദേഹത്തെ കുറെ അധികം മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി. എന്നിട്ട് ഈ ഉണ്ണിയാലി മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സുൽത്താൻ മാരിമുത്തിന്റെ അടുത്ത സുഹൃത്താണ്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ആ മാരിമുത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. എന്നിട്ട് സുൽത്താൻ മാരിമുത്തൻ പറഞ്ഞു, എൻ്റെ സുഹൃത്താണ്, നിങ്ങൾ വിട്ടുകയക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുൽത്താൻ മാരിമുത്തിനെ കാണുകയും ഈ തലവന്മാർ പറഞ്ഞത് അതേപോലെ ഉണ്ണിയാലി മുസ്ലിയാർ സുൽത്താൻ മാരിമുത്തിന്റെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ ഈ മിഷൻ ബാറ്ററി സക്സസ് ആയി സുൽത്താൻ മാരിമുത്തിനെ കീഴ്പ്പെടുത്തി. ഒരു ക്യാമ്പ് വളഞ്ഞ് അങ്ങനെ സുൽത്താൻ മാരിമുത്തൻ പോലും അറിയാതെ ഒരു ക്യാമ്പ് വളഞ്ഞ് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. 15 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാർഷൽ കോർട്ടിലേക്ക് ആഗസ്റ്റ് 20 എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇച്ചുപോക്കിന്റെ കണക്കിൽ ആഗസ്റ്റ് 21 മാർഷൽ കോർട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് അവിടെ കേസ് കേട്ടിരുന്നത് ഹംഫ്രീസ് ആയിരുന്നു. അങ്ങനെ ഹംഫ്രീസ് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന്. അപ്പോൾ സുൽത്താൻ മാരിമുത്തൻ പറയുന്ന ഒരു മാസ്മരിക വാക്കുകളുണ്ട്. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരാൾക്ക് വധശിക്ഷ നൽകുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരാളുടെ കൈകാലുകൾ ബന്ദിയാക്കി കണ്ണുകൾ മൂടിക്കെട്ടി പിന്നിൽ നിന്നാണ് വെടിവെച്ച് കൊല്ലുക. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കൈകാലുകൾ സ്വതന്ത്രമാക്കണം, കണ്ണുകൾ തുറന്നു വിടണം. നിങ്ങൾ വെക്കുന്ന വെടിയുണ്ട എൻ്റെ നെഞ്ചിലാകണം പതിക്കേണ്ടത്. ഞങ്ങൾ മാപ്പിളമാർ പിറകിൽ നിന്ന് വെടിയേറ്റ് മരിച്ചിട്ടില്ല.